ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ രാവിലെ ആദ്യം ചെയ്യുന്ന പണിയാണ് കർട്ടൻ മാറ്റിയിടുക എന്നുള്ളത്. വെട്ടം വെളിച്ചമൊക്കെ വേണമല്ലോ. അങ്ങനെ എല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കും ആദ്യം കിച്ചണിലേക്ക് കിടക്കുന്നതിന് മുന്നേ. കാരണം ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ നമ്മുടെ വീട് അലങ്കോലമായിട്ട് കിടക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം ആദ്യം ഒന്ന് ഒതുക്കി പെറുക്കി തൂത്തതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് എപ്പോഴും ഇറങ്ങുകയുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് വെട്ടവും വിളിച്ച് വെച്ചിട്ട് കൂടിപ്പോയോ എന്നൊരു സംശയം. പിന്നെ ഞാൻ പുറത്ത് പോയി പത്രമൊക്കെ എടുത്ത് ഒന്ന് ഒതുക്കി മാറ്റി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ എടുത്ത 2 വാൾനട്ടും 2 ബദാമും 2 നട്ട്സും പിന്നെ മധുരമില്ലാത്ത ചായയും ഒരു മുട്ട പുഴുങ്ങിയാണ് കേട്ടോ എടുത്തത്. അത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ ചെന്നപ്പം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കൻ വാങ്ങിയതാണേ. പിന്നെ കുറച്ചധികം പച്ചക്കറിയും കൊണ്ടുവന്നിരുന്നു. അതൊന്നും തരംതിരിച്ച് വെക്കാൻ പോയില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിനെ ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെക്കുകയാണേ. കാരണം ഞാൻ എപ്പോഴും കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്ന പണിയാട്ടോ
ചിക്കൻ കഴുകി വെള്ളം വാരാൻ വെച്ച് കഴിഞ്ഞ് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വെച്ചു. ബിരിയാണിക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടി അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി അരപ്പ് തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ അധികം നേരം വെച്ചില്ല, ഒരു 10-15 മിനിറ്റ് വെച്ചുള്ളൂ. സമയമുള്ളവർക്ക് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഭാഗം ചിക്കൻ മൂത്ത് വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടി സവാളയൊക്കെ ചോപ്പറിലിട്ട് കട്ട് ചെയ്തിട്ടു. സവാള, ഉള്ളി, ഞാൻ ഉള്ളിയാണ് ചിക്കൻ കറിക്ക് അധികം എടുക്കാറ്. ഉള്ളി എൻ്റെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ നല്ല രീതിയിൽ ചതച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചിക്കന് വേണ്ടി തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഓയിൽ ഊറ്റി കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ചിക്കൻ പൊരിച്ച് കോരിയേ. ആ എണ്ണ തന്നെയാണ് ഞാൻ ചിക്കൻ കറിക്ക് യൂസ് ചെയ്യുന്നത്. പൊരിച്ച എണ്ണയില്ലേ, അത് തന്നെ ഊറ്റി അതിലേക്ക് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വത്തലും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പച്ചമണമെല്ലാം മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ചേർത്തതിന് ശേഷം ടൊമാറ്റോയും ചേർത്ത് കുറച്ച് ഉപ്പ് നന്നായി വരണ്ട് കിട്ടാൻ വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് അത് വഴലാൻ വേണ്ടി അവിടെ വെച്ചു. അതിനുശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇത് ബിരിയാണിക്ക് വേണ്ടി സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മൂത്ത് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബൗളിലേക്ക് പാലൂറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽമയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് ബിരിയാണി ദം ചെയ്യുമ്പോൾ ചേർക്കാനാണ്. ഇത് ചേർത്ത് കഴിയുമ്പം ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് സവാളയെല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നല്ല രീതിയിൽ പച്ചമണം മാറുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിക്കുക. ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാ കറികൾക്കും ചൂടുവെള്ളം തന്നെയാണ് ഊറ്റുക. വെള്ളം ഊറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊരിച്ച് കോരി വെച്ചേക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തിയൊന്നും ഇളക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ആവശ്യത്തിന് വറുത്ത് കോരിയിട്ടുണ്ട്.
അപ്പോഴാണ് മക്കളെ എനിക്ക് 8ന്റെ പണി കിട്ടിയത്. സവാള വറുത്ത് കോരി എണ്ണയെല്ലാം കൂടെ തട്ടിമറിഞ്ഞ് നെയ്യുടെ മണ്ടേ വീണു. നെയ്യും വെള്ളവും എല്ലാം കൂടെ നിലത്തേക്ക് വീണു. അങ്ങനെ ഒരു 1.5 പണിയായിരുന്നു കുറച്ച് നേരത്തേക്ക്. എണ്ണയെല്ലാം അങ്ങ് മേള് വരെ അങ്ങ് തെറിച്ച്. എണ്ണയും വെള്ളം കൂടെ അല്ലേ, പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഞാൻ പേപ്പറൊക്കെ ഇട്ട് നന്നായി തുടച്ചെടുത്തിട്ട്, പിന്നെ മോപ്പൊന്നും എടുത്തില്ല, മോപ്പും കൂടെ കഴുകിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു തുണി എടുത്ത് എല്ലാം തുടച്ച് വിറക്കി. അങ്ങനെ ഒരു നേരെയായി ആ പണിയെല്ലാം കഴിഞ്ഞപ്പം. ബിരിയാണിക്ക് വേണ്ടി ക്യാരറ്റെല്ലാം അരിയാൻ എടുത്തപ്പോഴാണ് എണ്ണ കമന്ന് താഴേക്ക് പോയത്. പിന്നെ ബാക്കിയെല്ലാം കൂടെ അരിഞ്ഞെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തോ എൻ്റെ യോഗത്തിന് അടിയിലൊന്നും പിടിച്ചില്ല, നോക്കിയില്ല അതിൻ്റെ ബഹളത്തിന്. അത് കഴിഞ്ഞ് പിന്നെ വന്ന് നോക്കിയപ്പം ചിക്കൻ കറക്റ്റ് പാകത്തിനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വറുത്ത് കോരി വെച്ച കുറച്ച് സവാളയും പിന്നെ അണ്ടിപ്പരിപ്പും കുറച്ചിട്ട് കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂട്ടിയിട്ട് ഇളക്കി അങ്ങനെ തീ ഓഫ് ചെയ്തു. കറി കറക്റ്റിന് പാകത്തിനായിരുന്നു കേട്ടോ, അടിയിലൊന്നും പിടിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അരിയുടെ പരിപാടിയിലേക്ക് പോയി. ഞാനിവിടെ 2.25 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിനെ ഞാനൊന്ന് എടുത്ത് നല്ല രീതിയിൽ കഴുകി ഒരു 10-15 മിനിറ്റ് കുതിരാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി കുതിരാനിട്ട് കഴിഞ്ഞാൽ ഞാൻ സാലഡിൻ്റെ പരിപാടിയിലേക്ക് പോയി. സാലഡിന് സവാള എല്ലാം അരിഞ്ഞ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിനെ ഞാൻ എപ്പോഴും സാലഡിന് അരിയുമ്പോൾ സവാള എപ്പോഴും ഇച്ചിരി വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പിട്ടിട്ട് അതിലേക്ക് കഴുകി നല്ല രീതിയിൽ 2 പ്രാവശ്യം കഴുകി വരും. അപ്പം സവാളയുടെ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സാലഡിനൊക്കെ എടുത്ത് വെക്കുമ്പം ഒരു സവാളയുടെ ഒരു ഗ്യാസ് ഇറങ്ങുമല്ലോ. അങ്ങനെ അതെല്ലാം കഴുകി വാരിയെടുത്ത് അത് കഴിഞ്ഞ് തൈര് ചേർത്താണ് സാലഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ തൈരൊക്കെ ചേർത്ത് സാലഡിന് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചു. അരി വേവിക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഊറ്റി കൊടുത്തിട്ടുണ്ട്. നെയ്യ് എൻ്റെ കുറച്ച് ഉള്ളായിരുന്നു, എല്ലാം കമന്ന് പോയില്ലേ. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ, അതല്ലേ നമ്മുടെ ടാസ്ക്. ഞാൻ എപ്പോഴും നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഊറ്റാറുള്ളത്. ഇതിപ്പോൾ തീർത്ത് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക്, പിന്നെ ചെറുജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇടാൻ മറന്നുപോയി. പിന്നെ അങ്ങ് എല്ലാം ഹറിബറി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പം പണി എല്ലാം താമസിച്ചു പോയി. അങ്ങനെ പടപടാന്ന് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെള്ളം തോരാൻ വേണ്ടി അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ അത് പൊടിപൊടാന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 2.5 ഗ്ലാസ് അരിയിൽ വെച്ച് അതിന് 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, 1.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ വറ്റിച്ചാണ് അരി എടുക്കുന്നത്. അങ്ങനെ വെള്ളവും വെച്ച് കൊടുത്ത് ഉപ്പ് ഇട്ട് അതിനെ മൂടി വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കൈതച്ചക്ക കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൈതച്ചക്ക എല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അരി പാകമായിട്ടുണ്ട്. അതിന് വലിയ വേവൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുനാരങ്ങ നീരും ഊറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഒട്ടാതിരിക്കാൻ വേണ്ടി. അരി നല്ല രീതിയിൽ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനെടുക്കാം. ഞാൻ ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പാലിൻ്റെ മിശ്രിതമല്ലേ അത് ഊറ്റി, പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ല അതും കൈതച്ചക്ക എല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഭാഗത്തേക്ക് പിന്നെ ചിക്കൻ കറി വെച്ചത് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെയർ ചോറും കൂടി ഇട്ട് 2 ലെയർ ആക്കുന്നുള്ളൂ. അതിനുള്ള അരിയല്ലേ ഉള്ളൂ, അധികം ഇല്ലല്ലോ, ആകെ 2 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലും അതുപോലെ പിന്നെ ഒന്നുകൂടെ ലെയർ ചെയ്തിട്ട് മൂടി ദം ചെയ്യാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പപ്പടം പൊരിക്കാൻ മറന്നുപോയി, അതും പൊരിച്ചു കോരി
ഞാൻ കവറിലാണ് എടുത്ത് വെക്കുന്നത്. കാരണം പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുമ്പം പിന്നെ അതിൻ്റെ ഒരു എണ്ണയുടെ ഒരു മണം ആ പാത്രത്തിൽ വീണ്ടും വീണ്ടും ഇടുമ്പോൾ ഒരു മണം വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പോൾ എടുത്ത ആവശ്യത്തിന് കവറിലെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ആ കവർ കളയും. പിന്നെ അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. അതുകൊണ്ട് കവറിലെടുത്ത് വെക്കുന്നുണ്ട്. അതിന് പിന്നെ പെട്ടെന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വർക്ക് ഏരിയയും കൂടെ ഒന്ന് ഒതുക്കി പറക്കി തൂത്താൽ മതിയായിരുന്നു. ഞാൻ രാവിലെ മെയിൻ കിച്ചൺ വരെ എന്നും രാവിലെ തൂത്ത് വെക്കും കേട്ടോ. വർക്ക് ഏരിയ എല്ലാ പണിയും കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് തൂക്കുക. കാരണം മെസ്സി ആവുമല്ലോ നമ്മൾ എല്ലാം എടുത്ത് പെറുക്കി വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് വർക്ക് ഏരിയയും കൂടെ തൂക്കാനുണ്ടായിരുന്നു. അതും എല്ലാം ഒതുക്കി പെറുക്കി തൂത്ത് പെട്ടെന്ന് തന്നെ കയറി കേട്ടോ. അപ്പോഴാണ് അടുത്ത പണി വരുന്നത്. ഞാനിവിടെ എല്ലാം വൃത്തിയാക്കി കയറി എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ അവിടെ എല്ലാം ഈ എണ്ണമയം കിടക്കുക. പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഒരു നേരമായി ഞാൻ അന്ന് കുളിച്ചപ്പോഴത്തേക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി കേട്ടോ. അകത്തുടച്ചൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് കയറുവാന്ന് കരുതി അങ്ങനെ ചിന്തിച്ച് കയറിയതല്ലേ. അപ്പം പിന്നെയും പണി വന്നപ്പോൾ ഞാൻ അങ്ങ് ഭയങ്കര ഇതായിപ്പോയി. ഒരു ഡേ ഫുള്ളും വീഡിയോ എടുക്കണമെന്ന് കരുതി വ്ളോഗ് തുടങ്ങിയതാണ്. അതും നടന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഒരുപാട് താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പോയി കുളിക്കട്ടെ. ബിരിയാണി ആയിട്ടുണ്ട്, സാലഡും പിന്നെ പപ്പടവും അച്ചാറുമാണ്. അങ്ങനെ ഞാൻ തുടയെല്ലാം കഴുകി തിരിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കുളിച്ച് നിസ്കരിച്ച് ഫുഡ് കഴിക്കണം. ഇപ്പം ഏകദേശം ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.